മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെ കേസ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, RPF ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാവ് എന്നിവർ പ്രതിപട്ടികയിലുണ്ട്. സംഭവത്തിൽ 10 പേർ പോലീസിന്റെ പിടിയിൽ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, 19 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ്. 19 പേരാണ് ഈ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച എന്നൊരു സംഭവം വരുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ബന്ധം സ്ഥാപിച്ചത് എന്നൊരിത് കൂടി വരുന്നുണ്ട്. അതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നതും ഒരു ലജ്ജകരമായ ഒരു കാര്യം തന്നെയാണ്. സംഭവത്തിൽ 10 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. 19 പേരാണ്. ബാക്കി 9 പേർക്കായുള്ള തിരച്ചിൽ എന്തായി ജോസഫ്? രേണുക, കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരനെയാണ് ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. ഈ സംഭവത്തിൽ 19 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 13 പേർക്കെതിരെയും മറ്റു ജില്ലകൾ കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിലായ 6 പേർക്കെതിരെയുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ 10ഓളം പേരെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ 6 പേരെ ഇന്ന് ഹോസ്ദുർഗ് ഈ അതിവേഗ പോക്സോ കോടതിയിൽ ഹാജരാക്കി. ഇവരെ വിചാരണ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവരെ റിമാൻഡിലേക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനും പരാതിക്കുമിടയായ സംഭവം നടക്കുന്നത്. ഈ 16-കാരന്റെ വീട്ടിലേക്ക് ഒരാൾ അവിചാരിതമായി കയറി വരുന്നു. മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഇയാൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ മാതാവ് ചന്തേര പോലീസിൽ പരാതി നൽകുന്നു. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ ചൈൽഡ് ലൈൻ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ 2 വർഷത്തിലധികമായി വലിയ പീഡനങ്ങൾക്കിരയായ വിവരം ഈ ആൺകുട്ടി ഈ ചൈൽഡ് ലൈനോട് വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഫോൺ കേന്ദ്രീകരിച്ചും ഡേറ്റിംഗ് ആപ്പ് കേന്ദ്രീകരിച്ചും പരിശോധന നടത്തിയതിൽ നിന്ന് 19 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇതിൽ ഉൾപ്പെടുന്നു. ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. മാത്രവുമല്ല പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ ആൺകുട്ടിയെ ഈ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകുകയും അറസ്റ്റിലാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധയിടങ്ങളിൽ വിവിധ സമയങ്ങളിലായി ഈ ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പീഡനമാണ് ഈ ആൺകുട്ടി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഡേറ്റിംഗ് ആപ്പ് പ്രയോജനപ്പെടുത്തിയിട്ടാണ് സമാന രീതിയിൽ സ്വഭാവമുള്ളവരെ കണ്ടെത്തി ഇത്തരത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. കാസർഗോഡ് ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള വെള്ളരിക്കുണ്ട്, ചീമേനി, ചിറ്റാരിക്കൽ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SHOമാരെ വീതം ഉൾപ്പെടുത്തി ഈ കേസ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി, അതായത് ഈ സംഭവങ്ങളിൽ ഒരു ഇളവും നൽകേണ്ടതില്ല, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 6ലധികം പ്രതികളെ ഇപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 10ഓളം പേർ പിടിയിലായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇനിയും മറ്റു 9 പേർ കൂടി പിടിയിലാവാനുണ്ട്. 13 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്. മറ്റ് 6 പേർ മറ്റ് ജില്ലകളിൽ നിന്നുമുള്ളവരാണ്. എന്തായാലും ഈ കുട്ടിയെ കൗൺസിലിങ്ങിനൊക്കെ കൂടുതലായി വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരാതികളും കൂടുതലായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റു നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 19 പേർക്കെതിരെയാണ് കേസ്. കാസർഗോഡാണ് സംഭവം. കാസർഗോഡ് നിന്ന് തന്നെ നിരവധി പേർ ഈ ആൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ മറ്റു പല ജില്ലകളിലാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, റെയിൽവേ വകുപ്പിലെ RPF ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ ഉയർന്ന നേതാക്കൾ, ഉന്നത നേതാക്കൾ തുടങ്ങിയവരെല്ലാം ഈ പ്രതിപട്ടികയിലുണ്ട്. സംഭവത്തിൽ 10 പേരെ പോലീസ് പിടികൂടി. ബാക്കിയുള്ളവർക്കായുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.